സമൂഹ മാധ്യമങ്ങൾ വ്യക്തികളെ ബന്ധിപ്പിക്കാനും അറിവ് പങ്കുവയ്ക്കാനും കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാനുമുള്ള ഇടമായി തുടങ്ങിയെങ്കിലും ഇന്നത് അതിരുകളില്ലാത്ത വിപണിയായി മാറിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്ന പെയ്ഡ് ഫീച്ചർ അവതരിപ്പിച്ചതോടെ വ്യക്തിഗത ഉള്ളടക്കങ്ങൾ വിറ്റ് പണമുണ്ടാക്കാനുള്ള പുതിയൊരു വാതിൽ തുറന്നു. എന്നാൽ ഈ സാമ്പത്തിക സാധ്യതയെ പലരും വഴിതിരിച്ചുവിട്ടത് ചൂടൻ അഥവാ ലൈംഗിക ചുവയുള്ള ഉള്ളടക്കങ്ങളുടെ കച്ചവടത്തിലേക്കാണ്. കേരളീയർ ഉൾപ്പെടെയുള്ളവർ ഈ പ്രവണതയിൽ സജീവമാകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പൊതുധാർമ്മികതയുടെ അതിരുകൾ ലംഘിച്ച നഗ്നതയും അശ്ലീലതയും ലൈംഗിക സംഭാഷണങ്ങളും പണം വാങ്ങി വിൽക്കുന്ന ഈ സബ്സ്ക്രിപ്ഷൻ കൾച്ചർ സമൂഹത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് കേവലം ധാർമ്മിക പ്രശ്നം മാത്രമല്ല, സ്ത്രീകളുടെ വരുമാന മാർഗവും ലൈംഗിക ദാരിദ്ര്യത്തിന്റെ ചൂഷണവും ഡിജിറ്റൽ യുഗത്തിലെ ധാർമ്മിക പ്രതിസന്ധിയുമൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ പുതിയ കച്ചവടത്തിന്റെ അടിത്തറ സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യമാണ്. യഥാർത്ഥ ലൈംഗിക ബന്ധങ്ങൾക്കോ ആരോഗ്യകരമായ അടുപ്പങ്ങൾക്കോ അവസരം ലഭിക്കാത്തവരോ ലൈംഗിക ഫാന്റസികൾക്ക് അടിമകളായവരോ ആയ ഒരു വലിയ വിഭാഗം ആളുകൾ സൈബർ ലോകത്തുണ്ട്. പുതുതലമുറ മാത്രമല്ല, ലൈംഗികത ഒരു നിഷിദ്ധ വിഷയമായി കണക്കാക്കപ്പെടുന്ന പഴയ തലമുറയിലെ വ്യക്തികളും ഇക്കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇവരുടെ മാനസികാവസ്ഥയെ കൃത്യമായി ചൂഷണം ചെയ്യാൻ ഈ സബ്സ്ക്രൈബർ മോഡലുകൾക്ക് കഴിയുന്നു. സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ലഭിക്കുന്നത് കേവലം വീഡിയോകളോ ചിത്രങ്ങളോ മാത്രമല്ല, മറിച്ച് ഒരു വ്യക്തിഗത ബന്ധത്തിന്റെ മിഥ്യാധാരണ കൂടിയാണ്. സബ്സ്ക്രൈബറുടെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുക, അവരുമായി ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉള്ളടക്കം കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നിവയൊക്കെ ഈ സേവനത്തിന്റെ ഭാഗമാണ്. ഇത് കാഴ്ചക്കാരന് പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നു എന്ന ഒരു തോന്നൽ നൽകുകയും വീണ്ടും പണം മുടക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത ജോലികളെക്കാൾ എളുപ്പത്തിൽ വീട്ടിലിരുന്ന് തന്നെ വലിയ വരുമാനം നേടാൻ കഴിയുന്നു എന്നതാണ് ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനുകളുടെ ആകർഷണം. മറ്റു തൊഴിൽ മേഖലകളിൽ അവസരം കുറഞ്ഞ സ്ത്രീകൾക്കും എളുപ്പത്തിൽ ധനസമ്പാദനം ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്കുമൊക്കെ ഇത് മികച്ച ഒരു മാർഗമായി തോന്നിയേക്കാം. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന മോഡലുകളുടെ കഥകൾ പ്രചരിക്കുന്നത് ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചോദ്യം പ്രസക്തമാണ്. ശരീരം സ്വന്തമാണ്, അത് വിറ്റ് പണം ഉണ്ടാക്കുന്നത് എങ്ങനെ ധാർമ്മികമായി തെറ്റാകുമെന്ന ചോദ്യം. ശരിയാണ്, സ്വന്തം ശരീരത്തിന്റെ മേലുള്ള അവകാശം ഒരു വ്യക്തിഗത സ്വാതന്ത്ര്യമാണ്. എന്നാൽ ഇത് വിൽക്കപ്പെടുന്നത് കേവലം വിനോദത്തിന് വേണ്ടിയല്ല. ഈ ബിസിനസ് മോഡൽ സ്ത്രീയുടെ ശരീരത്തെ ഒരു ഉപഭോഗ വസ്തു മാത്രമായി ചുരുക്കുന്നു. കൂടാതെ ഈ ഉള്ളടക്കങ്ങൾ ചോർന്നു പോവുകയോ വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്താൽ ഇത് ഇവരുടെ ഭാവി ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന സാമൂഹികമായ ഒറ്റപ്പെടുത്തലും മാനസികാഘാതവും ചെറുതല്ല. സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഈ വഴി ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യക്തിപരമായ സുരക്ഷയും സമൂഹത്തിലെ അംഗീകാരവും നഷ്ടപ്പെടുത്താൻ കാരണമായേക്കാം. പ്രധാനമായും ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഈ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങൾ പ്ലാറ്റ്ഫോമുകളിൽ അനുവദിക്കില്ല എന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ പോലുള്ള അടഞ്ഞ വാതിലുകൾക്കുള്ളിൽ നടക്കുന്ന കച്ചവടങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. സ്വകാര്യ സന്ദേശങ്ങൾ, ക്രോസ്ഡ് ഗ്രൂപ്പുകൾ, പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ സ്റ്റോറുകൾ എന്നിവ ഉപയോഗിച്ച് നിയമലംഘനങ്ങൾ എളുപ്പത്തിൽ മറച്ചുവെക്കുന്നുണ്ട്. ഇതിനെതിരെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ദുർബലമാകുമ്പോൾ ഇത്തരം ഉള്ളടക്കങ്ങൾക്ക് ഒരു അംഗീകാരം ലഭിക്കുന്ന പ്രതീതി സമൂഹത്തിൽ ഉണ്ടാകും. പ്ലാറ്റ്ഫോമിന്റെ മോണിറ്റൈസേഷൻ സംവിധാനം, അതായത് പണം കിട്ടുന്ന സംവിധാനം തന്നെ ഇത്തരം ധാർമ്മികമായി ചോദ്യം ചെയ്യപ്പെടുന്ന കച്ചവടങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനുകളിലൂടെയുള്ള ലൈംഗിക ഉള്ളടക്കങ്ങളുടെ വ്യാപാരം കേരളീയ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഒന്നാമത്, ഇത് ബന്ധങ്ങളിലെ മൂല്യച്യുതിക്ക് കാരണമാകുന്നുണ്ട്. ലൈംഗികതയും വൈകാരികവുമായ അടുപ്പവും പണം നൽകിയാൽ ലഭിക്കുന്ന ഒരു ഉപഭോഗ വസ്തു മാത്രമായി മാറുന്നതോടെ യഥാർത്ഥ മനുഷ്യബന്ധങ്ങളിലെ ആത്മാർത്ഥതയോ സ്നേഹബന്ധങ്ങളുടെ വൈകാരികമായ ആഴമോ ഒക്കെ ഇല്ലാതാകുന്നുണ്ട്. അടുപ്പം, വിശ്വാസം, പങ്കാളിത്തം തുടങ്ങിയ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ചോർന്നു പോവുകയും ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടിയുള്ള എളുപ്പ വഴികളെ ആശ്രയിക്കുന്ന ഒരു പുതിയ സംസ്കാരം വളർന്നു വരികയും ചെയ്യാം. രണ്ടാമതായി, ഈ പ്രവണത യുവതലമുറയുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. കഠിനാധ്വാനം ആവശ്യമില്ലാത്ത ഒരു എളുപ്പ വഴിയായി ശരീരം പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്നത് ഒരു ഗ്ലാമറസ് രീതിയായി യുവതലമുറ കണ്ടു തുടങ്ങിയാൽ അത് വിദ്യാഭ്യാസം, കരിയർ, മറ്റു തൊഴിൽ മേഖലകൾ എന്നിവയോടുള്ള താല്പര്യം വളരെയധികം കുറയ്ക്കും. ഇത് സാമൂഹികമായ ധാർമ്മിക മൂല്യങ്ങളെയും തൊഴിൽ സംസ്കാരത്തെയും തകർക്കാൻ വരെ സാധ്യതയുണ്ട്.
മൂന്നാമത്തേത്, അത് ഡിജിറ്റൽ സുരക്ഷാ വെല്ലുവിളികൾ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പണം നൽകി വാങ്ങുന്ന ഈ ചൂടൻ ഉള്ളടക്കങ്ങൾ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ചാനലുകളിലും അശ്ലീല വെബ്സൈറ്റുകളിലും ഒക്കെ ചോർത്തപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത് പതിവാണ്. ഇത് ഉള്ളടക്കം നിർമ്മിക്കുന്ന സ്ത്രീകളെ കൂടുതൽ ചൂഷണത്തിനിരയാക്കുകയും അവരുടെ സ്വകാര്യതയും സുരക്ഷയും പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനുകളിലെ ചൂടൻ കച്ചവടം ഡിജിറ്റൽ യുഗത്തിലെ മനുഷ്യന്റെ ലൈംഗിക ദാരിദ്ര്യവും സാമ്പത്തിക പ്രതിസന്ധിയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ ഉത്തരവാദിത്തമില്ലായ്മയും തുറന്നു കാണിക്കുകയാണ്. ഇവിടെ വ്യക്തിഗത സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ സാമൂഹിക സുരക്ഷയും പൊതുധാർമ്മികതയും സ്ത്രീകളുടെ ദീർഘകാല ക്ഷേമവും പരിഗണിക്കേണ്ടതുണ്ട്. ഇതൊരു എളുപ്പവഴിയാകാം, പക്ഷേ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നഷ്ടമാകുന്നത് ശരീരത്തെക്കാൾ ഏറെ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട വിലപ്പെട്ട അംഗീകാരവും സ്വസ്ഥമായ ഭാവിയുമാണ്. സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഓരോ വ്യക്തിയും അവനവന്റെ ധാർമ്മികമായ അതിർത്തികൾ സ്വയം നിർണ്ണയിക്കുകയും പ്ലാറ്റ്ഫോമുകൾ ഈ വിപത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ ഡിജിറ്റൽ ചൂടൻ കച്ചവടം നിയന്ത്രണത്തിലാകൂ.